ഹൃദ്യമായ നമസ്കാരം. നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യം നമുക്ക് കുളി കൊണ്ട് സോപ്പ് തേച്ച് ഒക്കെ വെള്ളമൊഴിച്ചാൽ ശുദ്ധീകരിക്കാം, ശുദ്ധിയുള്ള വസ്ത്രം ധരിക്കാം. എന്നാൽ മനസ്സും അതേപോലെ ഒന്ന് ശുദ്ധമാക്കണം. എന്താണ് മനസ്സിൻ്റെ അഴുക്ക്? മനസ്സിൻ്റെ അഴുക്കുകൾ നമ്മുടെ പലതരത്തിലുള്ള ദുഷിച്ച വികാരങ്ങളാണ്. ദേഷ്യം, പക, അസൂയ, പ്രതികാരം, ഇതൊക്കെ മനസ്സിൻ്റെ അഴുക്കുകളാണ്. ഇവ എപ്പോഴൊക്കെ വന്നു ചേരുന്നുവോ അപ്പോഴെല്ലാം അവയെ നാം അകറ്റിക്കൊണ്ടേയിരിക്കണം. എപ്പോഴും ഒരു ഗ്ലാസ്സിൽ അഴുക്കായി കഴിഞ്ഞാൽ നമ്മൾ അത് തുടയ്ക്കും, വീണ്ടും അഴുക്കാവുമ്പോൾ വീണ്ടും തുടയ്ക്കും. അപ്രകാരം തുടർന്നുകൊണ്ടേയിരിക്കണം. മനസ്സാകുന്ന ഗ്ലാസ്സിൽ വന്നു ചേരുന്ന കാമക്രോധാദികളാകുന്ന അഴുക്കുകളെ അപ്പോൾ നമ്മൾ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കണം. അതാണ് പറയുന്നത്, ക്രോധവും വിദ്വേഷമെന്നിവയൊക്കെയും പാടെ അകറ്റണമെന്നുള്ള ചിന്തയെ നിത്യം മനസ്സിൽ നനച്ചു നാം എപ്പോഴും നേരായ മാർഗത്തെ പിന്തുടർന്നിടണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ക്രോധവും വിദ്വേഷം എന്നിവയൊക്കെയും, വിദ്വേഷം എന്ന് പറഞ്ഞാൽ ശത്രുതാ മനോഭാവം. ഒരാളുടെ ചെയ്തികൾ നമുക്ക് പറ്റിയില്ലെങ്കിൽ ആ വ്യക്തിയോട് വെറുപ്പ് തോന്നുക സ്വാഭാവികമാണ്. ആ വെറുപ്പിനെ നമുക്കിഷ്ടമില്ലാത്ത വ്യക്തികളോട് തോന്നുന്ന വികാരത്തിനാണ് വിദ്വേഷം എന്ന് പറയുന്നത്. വിദ്വേഷവും ക്രോധവും, വിദ്വേഷമുള്ള വ്യക്തികളോട് വളരെ പെട്ടെന്ന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കൊണ്ട് കണ്ടാൽ ക്രോധം വരും. ക്രോധവും വിദ്വേഷം എന്നിവയൊക്കെയും, ക്രോധം, വിദ്വേഷം, പക, അസൂയ, പ്രതികാരം, ഇങ്ങനെയുള്ളതൊക്കെ രണ്ടെണ്ണേ ഇവിടെ പറഞ്ഞിട്ടുള്ളെങ്കിലും ബാക്കിയെല്ലാം നമ്മൾ ഗ്രഹിക്കണം. ക്രോധവും വിദ്വേഷം എന്നിവയൊക്കെയും പാടെ അകറ്റണമെന്നുള്ള ചിന്തയെ, ഇതിനെയെല്ലാം അപ്പോൾ നമ്മൾ അകറ്റിക്കൊണ്ടേയിരിക്കണം. നിത്യം മനസ്സിൽ നനച്ചു നാം എപ്പോഴും. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഇത്തരം വിചാരങ്ങൾ പൊന്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ അപ്പോൾ നമ്മൾ അട്ടിയോടിച്ച് മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ടേയിരിക്കണം. നിത്യം മനസ്സിൽ നനച്ചു നാം എപ്പോഴും നേരായ മാർഗത്തെ പിന്തുടർന്നിടണം. അതിനുശേഷം ശരിയായ സത്യം, അഹിംസ, പരോപകാരം മുതലായ നല്ല ഗുണങ്ങളെ എപ്പോഴും നമ്മൾ പിന്തുടരണം. വേണ്ടാത്ത ഗുണങ്ങളെ മുഴുവൻ നമ്മൾ നിർമാർജനം ചെയ്യുകയും വേണ്ട ഗുണങ്ങളെ പിന്തുടരുകയും ചെയ്യണം. നേരായ മാർഗത്തെ തന്നെ, നേരായ മാർഗത്തെ പിന്തുടർന്നിടണം. ശരിയായിട്ടുള്ളത് എന്താണോ അതിനെ നമ്മൾ പിന്തുടർന്നുകൊണ്ടേയിരിക്കണം. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട മഹത്തായ ധർമ്മം. അത് നിത്യേന നമ്മൾ അനുവർത്തിച്ചു കൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സൗഖ്യമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ഇത് മനനം ചെയ്തുറപ്പിച്ച് ഇതേപോലെ മനസ്സിലെ മാലിന്യങ്ങളെ വന്നു ചേരുമ്പോഴെല്ലാം നീക്കം ചെയ്തുകൊണ്ടിരിക്കണം. ക്രോധവും വിദ്വേഷം എന്നിവയൊക്കെയും പാടെ അകറ്റണമെന്നുള്ള ചിന്തയെ നിത്യം മനസ്സിൽ നനച്ചു നാം എപ്പോഴും നേരായ മാർഗത്തെ പിന്തുടർന്നിടണം.